ഞാൻ അസിയ അയൂബ്. ഇന്നത്തെ നമ്മുടെ കഥ ഒരു റെസിൻ ആർട്ട് ചെയ്യിപ്പിച്ച കഥയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പ്രിസർവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഈ ഒരു റെഡ് ഫ്ലവർ ബൊക്കെ. അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഷാ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഹാമ്പറിൻ്റെ കൂടെ ഗിഫ്റ്റ് ചെയ്ത ഒരു ഫ്ലവർ ബൊക്കെ ആയിരുന്നു അത്. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം പേജസിന് മെസ്സേജ് അയച്ചു. അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേജാണ് നോക്കിയിരുന്നത്. ഫൈനലി റെസിൻ ആർട്ട് ഫോളിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലാണ് ഞാൻ എൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ പേര് ഫറ എന്നാണ്. ഞാൻ അങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ ഐ കോൾ ഹർ ഫറ. എനിക്ക് റെസിൻ ആർട്ടിനെ പറ്റിയൊന്നും അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടി എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞു തന്നു. ഒരു ബുക്കിൽ പ്രസ് ചെയ്ത് കുറച്ച് ദിവസം വെക്കുമ്പം അത് നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ട് കുറച്ച് പൂപ്പലായി പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ടാസ്ക് ഇത് കോഴിക്കോട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മിന്നു ഓൾറെഡി കോഴിക്കോട് പഠിക്കണോണ്ട് തന്നെ അവളുടെ അടുത്ത് കൊടുത്തപ്പോൾ ഫറ അവിടുന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഡെലിവറിയും ആളുടെ അടുത്ത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 3 പിക്ചേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏത് വെച്ചിട്ട് വേണം ഫ്രെയിമിന് കൊടുക്കാനെന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലവർ കൈമാറുന്ന പിക്ചർ തന്നെ ഫ്രെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള 2 പിക്ചേഴ്സ് വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒരു കീ ചെയിൻ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഒരു കീ ചെയിനും ഫ്രെയിമും, അതാണ് ഞാൻ ഫറയ്ക്ക് കൊടുത്തിരുന്ന ഓർഡർ. വർക്ക് ചെയ്യുന്ന സമയത്തും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും എന്നോട് പറയുമായിരുന്നു. ഏത് ഷെയ്ഡ് വേണം, എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒത്തിരി അധികം തവണ റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഫ്രെയിം. ഫൈനലി സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോയിൽ കണ്ടതിലും നേരിട്ട് കണ്ടപ്പം ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആള് നല്ല കിഡിലനായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഞാൻ ഒന്നും കീ ചെയിൻ്റെ ഐഡിയാസ് പറഞ്ഞിരുന്നില്ല. ആ കുട്ടി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു കണ്ടീഷൻ 2 വശത്തും പിക്ചേഴ്സ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇനി റെസിൻ ആർട്ടിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഒരാളായി. അപ്പോൾ ശരി കേട്ടോ.